ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ, അതിനകത്ത് പേജ് നമ്പർ 55, 56. അപ്പോൾ അതിനകത്ത് ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 5. അപ്പം ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ അത് കണ്ട് നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഈ വീഡിയോസൊക്കെ കാണുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ ഫസ്റ്റ് പിക്ചർ ബിലോ. നമുക്കിവിടെ 2 പിക്ചേഴ്സ് ഉണ്ട്. അതായത് ഇവിടെ ഫസ്റ്റത്തെ പിക്ചർ ഇത്, സെക്കൻഡ് വൺ ഇത്. ഇപ്പോൾ 2 എണ്ണത്തിനകത്തും നമുക്ക് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അല്ല കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ ഫസ്റ്റ് പിക്ചർ ബിലോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ വിത്ത് വെർട്ടീസസ് ഓൺ എ സർക്കിൾ ആൻഡ് 2 ഓഫ് ഇറ്റ്സ് വെർട്ടീസസ് ആർ ജോയിൻ ടു എ പോയിൻറ്റ് ഓൺ ദ സർക്കിൾ. ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഈ ബ്ലൂ കളറിൽ കാണുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓൾ പോയിൻറ്റ്സ് 3 വെർട്ടീസസും ഇത് 3 എണ്ണവും എവിടെ തന്നെയാണ്? സർക്കിളിൽ തന്നെയാണുള്ളത്. ഇൻ ദ സെക്കൻഡ് പിക്ചർ, രണ്ടാമത്തെ പിക്ചറിനകത്ത് എ സ്ക്വയർ ഈസ് ഡ്രോൺ വിത്ത് വെർട്ടീസസ് ഓൺ എ സർക്കിൾ ആൻഡ് 2 ഓഫ് ഇറ്റ്സ് വെർട്ടീസസ് ആർ ജോയിൻ ടു എ പോയിൻറ്റ് ഓൺ ദ സർക്കിൾ. അപ്പം സെക്കൻഡ് ക്വസ്റ്റിനകത്ത് സെക്കൻഡ് വൺ നോക്കിക്കഴിഞ്ഞാൽ സർക്കിളിനകത്ത് എന്താണ്? ഒരു സ്ക്വയർ ആണുള്ളത് അല്ലേ? അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഓൾ 4 എൻഡ് പോയിൻറ്റ്സ് 4 വെർട്ടീസസും എവിടെയാണുള്ളത്? സർക്കിളിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ഈച്ച് പിക്ചർ കാൽക്കുലേറ്റ് ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ഏതാണ്? മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ഇവിടെയാണെങ്കിൽ ഈ ഒരു ആംഗിളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഇവിടെ ആണെങ്കിൽ ഈ റെഡ് ആംഗിൾ, ഇതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾസ് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആശയങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ആൻസർ ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തത് നമുക്ക് നോക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഓരോ വാക്കുകൾക്കും അതിൻ്റേതായ അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ചാപ്റ്ററിനകത്ത് തരുന്ന ഓരോ ഹിൻറ്റുകളും എടുത്ത് വേണം നമ്മൾ ആൻസർ. ഇപ്പം നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് ഒരു ആംഗിൾ പോലും നമുക്ക് തന്നിട്ടില്ല അല്ലേ? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്പർ പോലും നമുക്കിതിനകത്ത് ക്വസ്റ്റ്യനകത്തോ അല്ലെങ്കിൽ ഈ ഫിഗറിനകത്തോ കാണാൻ പറ്റത്തില്ല. പക്ഷേ തന്നിരിക്കുന്ന ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ എന്നുള്ള ആ 2 ഒരു വാക്കുകളിൽ നിന്നാണ് നമ്മൾ, അല്ലെങ്കിൽ 2 ടേംസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആൻസർ എഴുതി കാണിക്കുന്നതിന് മുമ്പ് ടീച്ചർ ജസ്റ്റ് ഒന്ന് എന്താണ് നമ്മളിത് ചെയ്യാൻ പോകുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ എന്താണ്, ഇവിടെ ഇപ്പം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഫുൾ ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രീന് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ 3 ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഓരോന്നും എത്ര വീതം വരും? 180നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 60 ഡിഗ്രി വരും, ഇത് 60 ഡിഗ്രി വരും, ഇതും 60 ഡിഗ്രി വരും ആണല്ലോ. ഇനി നോക്കിക്കേ, ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 പോയിൻറ്റ്സ് ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് ഇങ്ങോട്ട്. അപ്പം അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇനി ഇതിങ്ങനെ വരുമ്പം ഇതെന്തായി? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലായില്ലേ? അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ഓപ്പോസിറ്റ് വെർട്ടീസസിൻ്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 180യിൽ നിന്ന് 60 ഡിഗ്രി കുറയ്ക്കുക. അപ്പോൾ ഇത് എത്ര വരും? 120 ഡിഗ്രി എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പം നമുക്ക് ഒരു ഡിജിറ്റ് പോലും, ഒരു ആംഗിൾ പോലും നമുക്ക് തന്നിട്ടില്ലായിരുന്നു. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ട്രയാങ്കിളുടെ വൺ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി ഇത് ഈ താഴത്തെ ആംഗിൾ വരുന്നത് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. സർക്കിളിൻ്റെ, അതായത് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടക്സുകളും സർക്കിളിലാണുള്ളത്. ഇപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ 60 ഡിഗ്രി തന്നാൽ അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 180യിൽ നിന്ന് 60 കുറച്ചാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഫിഗർ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ഫിഗറിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഓരോന്നും നമ്മൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ പോലെ നമുക്ക് ഇപ്പം ഈ 1, 2 ഇപ്പോൾ ഇവിടുത്തെ ഈ ലൈന് ഇങ്ങനെ 4 ലൈൻസ് മാത്രമല്ല, ഇവിടെ 1, 2, 3 ഇനി ഇതുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താകും? 1, 2, 3, 4, 5 ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ വേറെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ആദ്യം തന്നെ നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ആംഗിൾസും എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ 90 ഡിഗ്രി വെച്ചുകൊണ്ട് നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇതിൻ്റെ
ഇവിടെ നിന്നൊന്നും നമുക്കിത് സൈക്കിൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാൻ പറ്റത്തില്ല, 5 സൈഡ്സ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് 4 സൈഡ്സ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യും. അതായത് ടീച്ചർ ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇനി ജസ്റ്റ് ഇതിനൊരു പേര് കൊടുക്കാം. പേര് കൊടുക്കുന്ന അപ്പുറത്തും നമുക്ക് പേര് കൊടുക്കായിരുന്നു. എഴുതാനായിട്ട് നമുക്ക് പേര് തന്നെ കൊടുക്കണം, കാരണം നമുക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പേരുകൾ കൊടുക്കണം. ഓക്കെ, ഇപ്പം പേര് കൊടുക്കുന്ന ടീച്ചർ ഇവിടെ A, B, C, D, E. ഇതിന് E എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞപ്പം ഇനി നോക്കിയേ, വേറൊരു കളർ വെച്ച് ചെയ്ത് കാണിക്കാം. യെസ്, അപ്പം നമുക്കിവിടെ AD എന്ന് പറഞ്ഞ ലൈൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നു, അവിടുന്ന് ഇങ്ങോട്ട് വന്നു, അവിടുന്ന് ഇങ്ങോട്ട് വന്നു. ഇതിപ്പോൾ എന്തായി? ഇതിപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലായി അല്ലേ? ഏതാ ക്വാഡ്രിലാറ്ററൽ? ADBE എന്ന് പറയുന്നത്, ADBE എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാ പോയിൻറ്റ്സും എവിടെ തന്നെയുണ്ട്? സർക്കിളിലുണ്ട് അല്ലേ? അപ്പോൾ അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഓക്കെ, അപ്പോൾ സൈക്ലിക് ABDE ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. കാരണം മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ ഒരു സർക്കിള്, ഈ സർക്കിളിനകത്ത് ഇതാണ് BD എന്ന് പറയുന്നത്, BD. ഇനി അത് അവിടുന്ന് എയിലേക്ക് ഒരെണ്ണമുണ്ട്, എയിൽ നിന്ന് താഴോട്ട് ഒരെണ്ണം, ഇവിടുന്ന് ഇങ്ങോട്ട്. ഇപ്പോൾ ഇത് E. യെസ്, അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ളത്. ഇനി ഇത് 90 ഡിഗ്രി ആണല്ലോ. ഇത് 90 ഡിഗ്രി വരുമ്പം ഈ ഡയഗണൽ വരച്ചപ്പം ഇത് രണ്ട് ഈക്വലായിട്ട് പാർട്ടീഷൻ ആവും. അപ്പോൾ ഇത് 45 ഡിഗ്രി വരും ആണല്ലോ. ഇനി ഈ ക്വാഡ്രിലാറ്ററിനകത്ത് ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിൽ ഇപ്പം D എടുത്തു കഴിഞ്ഞാൽ Dയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ഏതാ? E ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി വരണം. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമം 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ആംഗിൾ D പ്ലസ് ആംഗിൾ E എന്ന് പറയുന്നത് 180 ഡിഗ്രി വരണം. അതിനകത്ത് ആംഗിൾ D അല്ല കേട്ടോ, അതിന് നമുക്ക് ആംഗിൾ ADB എന്ന് തന്നെ പറയണേ. ആംഗിൾ ADB. അപ്പോൾ ആംഗിൾ ADB എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. അപ്പോൾ 45 ഡിഗ്രി പ്ലസ് ആംഗിൾ E = ആണ് 180 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ആംഗിൾ E എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ E = 180യിൽ നിന്ന് 45 ഡിഗ്രി കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 180യിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 135 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ എത്ര വന്നു? 135 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ക്ലിയർ ആണല്ലോ അല്ലേ? രണ്ട് ക്വസ്റ്റിനകത്തും ടീച്ചർ വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കാണിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ABCD എന്ന് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ട്രയാങ്കിളിലെ ആംഗിൾസ് 60 ഡിഗ്രിയാണ്. അപ്പം പിന്നെ ACBD എന്ന് പറഞ്ഞാൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പം ആംഗിൾ C പ്ലസ് ആംഗിൾ D = 180 ഡിഗ്രി വരും. അപ്പം ഇവിടെ ആംഗിൾ C 60 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം, പ്ലസ് ആംഗിൾ D = 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ D കണ്ടുപിടിക്കാനായിട്ട് 180യിൽ നിന്ന് 60 ഡിഗ്രി കുറയ്ക്കുമ്പോൾ 120 ഡിഗ്രി കിട്ടും. അങ്ങനെയാണ് ഒന്നാമത്തെ കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ വന്നപ്പോൾ സ്ക്വയറാണ്, എല്ലാം 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാക്കാനായിട്ട് ഈ DB എന്ന് പറഞ്ഞ ലൈൻ, DB എന്ന് പറഞ്ഞ ഡയഗണൽ അത് ജോയിൻ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ നമുക്കിവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടി, ADBE എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് എന്താണ്? ഇത് 45 ആണ്, കാരണം ഇത് 90 ആകുമ്പോൾ ഇതിൻ്റെ ഡയഗണൽ വരയ്ക്കുമ്പോൾ ഇത് ഓരോന്നും 45 വീതം വരും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് വരുന്ന വെർട്ടെക്സ് ആണ് ആംഗിൾ E. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 വരണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് 180യിൽ നിന്ന് 45 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 35 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 5th ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് 3 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്കതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 56 6th ക്വസ്റ്റ്യൻ, അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. 10ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് കേട്ടോ. അപ്പം അതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ പിക്ചർ ബിലോ
2 സർക്കിൾസ് ഇൻ്റർസെക്റ്റ് അറ്റ് പി ആൻഡ് ക്യൂ. അപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പിക്ചറിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ സർക്കിളും ഉണ്ട്, ഒരു ചെറിയ സർക്കിളും ഉണ്ട്. ബ്ലൂ കളറിലുള്ള ഒരു സർക്കിള്, ഗ്രീൻ കളറിലുള്ള ഒരു സർക്കിളുണ്ട്. ഈ 2 സർക്കിൾസും ഇവിടെ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, പിയും ക്യൂവും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ദ പിക്ചർ ബിലോ 2 സർക്കിൾസ് ഇൻ്റർസെക്റ്റ് അറ്റ് പി ആൻഡ് ക്യൂ. നമ്മൾ പറഞ്ഞു ലൈൻസ് ത്രൂ ദീസ് പോയിൻറ്റ്സ് മീറ്റ് ദ സർക്കിൾ അറ്റ് എ ബി സി ഡി. സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് എയും ബിയും സിയും ഡിയും. ദീസ് ലൈൻസ് എ സി ആൻഡ് ബി ഡി ആർ നോട്ട് പാരലൽ. ഏതൊക്കെയാണ് പാരലൽ അല്ല എന്ന് പറയുന്നത്? എ സിയും ബി ഡിയും. അതായത് നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഈ ലൈനും എ സി എന്ന് പറഞ്ഞ ലൈനും ബി ഡി എന്ന് പറഞ്ഞ ലൈനും പാരലൽ അല്ല. ഓക്കെ, പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. പ്രൂവ് ദാറ്റ് ഇഫ് ദീസ് ലൈൻസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്, അതായത് ഏത് ലൈൻസ്? ദീസ് ലൈൻസ് എ സി ആൻഡ് ബി ഡി ആർ നോട്ട് പാരലൽ. പ്രൂവ് ദാറ്റ് ഇഫ് ദീസ് ലൈൻസ് ആർ ഈക്വൽ ലെങ്ത്, ആർ ഓഫ് ഈക്വൽ ലെങ്ത്. ഏത് ലൈൻസിൻ്റെ കാര്യം ഇപ്പോൾ മെൻഷൻ ചെയ്തത്? എ സിയും ബി ഡിയും ഈക്വൽ ലെങ്ത് ആണെങ്കിൽ, എ സിയും ബി ഡിയും ഈക്വൽ ലെങ്ത് ആണെങ്കിൽ ദെൻ എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഏതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഏതാ എ ബി ഡി സി എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു വലിയ ക്വാഡ്രിലാറ്ററൽ. ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടിയത്? നമുക്കത് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കണം. പിന്നെ ഏതൊക്കെ കേസുകൾ നമ്മൾ ഇതിന് മുമ്പ് കണ്ട ക്വസ്റ്റ്യൻസിനകത്തൊക്കെ നമ്മൾ ചില പ്രൂവ് ദാറ്റ് എന്നുള്ളതൊക്കെ എപ്പോഴും ശ്രദ്ധിച്ച് വെച്ചോണം. കാരണം ചിലതിനകത്തൊക്കെ ഇപ്പം നമ്മളൊരു ഐസോസ്ലസ് ട്രപ്പീസിയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഐസോസ്ലസ് ട്രപ്പീസിയം ആണെങ്കിൽ അത് സൈക്ലിക് ആയിരിക്കും എന്നും നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം ഇറ്റ്സ് നോട്ട് സൈക്ലിക് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എ ബി ഡി സി കാണുമ്പോഴും ചെറിയൊരു ഡൗട്ട് നമുക്ക് വരണം, അതൊരു ഐസോസ്ലസ് ട്രപ്പീസിയം ആണോ എന്നൊക്കെ വരണം. അപ്പോൾ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഐസോസ്ലസ് ട്രപ്പീസിയം ആണെങ്കിൽ ഇത് സൈക്ലിക് ആകും, ഓട്ടോമാറ്റിക്കലി അത് സൈക്ലിക് ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്കാണ് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. അപ്പം ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ സിയും ബി ഡിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, എ സിയും ബി ഡിയും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ദാറ്റ്സ് നോട്ട് പാരലൽ. നോട്ട് പാരലൽ എന്ന് പറയുമ്പം തന്നെ ഓർത്തോണം, ഏത് ക്വാഡ്രിലാറ്ററലിനാണ് നമ്മൾ നോട്ട് പാരലൽ എന്ന് പറയുന്നത്? ട്രപ്പീസിയത്തിനാണ് നോട്ട് പാരലൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം അത് നമുക്ക് നോക്കണം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു ആംഗിള്, ഇപ്പം ഈ ആംഗിളിന് നമുക്ക് എക്സ് ഡിഗ്രി എന്ന് നമുക്ക് എടുക്കാം. അപ്പം ഇതിന് എക്സ് ഡിഗ്രി എന്ന് എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, ഇതിന് എക്സ് ഡിഗ്രി എന്ന് നമ്മൾ എടുത്തു. അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് ഈ പിയും ഈ ക്യൂവും ഉണ്ടല്ലോ. അപ്പോൾ ഇത് തമ്മിൽ നമുക്കൊന്ന് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യാം. പിയും ക്യൂവും തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, പിയും ക്യൂവും ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കിവിടെ എന്ത് കിട്ടി? 2 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് കിട്ടി. അത് ഏതൊക്കെയാണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയത്? എ ബി ക്യൂ പിയും ക്യൂ ഡി സി പിയും. ഇത് രണ്ടും 2 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ പി ക്യൂ ജോയിൻ ചെയ്തു. എന്നിട്ട് അതിപ്പോൾ അതിനു മുമ്പ് വേണം ഇതൊക്കെ എഴുതി വെക്കാം കേട്ടോ. എ സി ഈസ് ഈക്വൽ ടു ബി ഡി ഗിവൺ ദാറ്റ് ക്വസ്റ്റിന് തന്നിരിക്കുന്ന കാര്യമാണ്. എ സി ഈസ് ഈക്വൽ ടു ബി ഡി. പിന്നെ വേണമെങ്കിൽ ഇതും എഴുതാം, എ സി ആൻഡ് ബി ഡി ആർ നോട്ട് പാരലൽ. അതും എഴുതാം, എ സി ആൻഡ് ബി ഡി ആർ നോട്ട് പാരലൽ. ഒരു പ്രൂഫ് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് എഴുതും. ഇപ്പം ഗിവൺ ദാറ്റ് എ സി ഇസിക്കൽ ടു ബി ഡി, എ സി ആൻഡ് ബി ഡി ആർ നോട്ട് പാരലൽ. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് എഴുതുക. പ്രൂവ് ദാറ്റ് എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഫോർ ദാറ്റ് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ജോയിൻ പി ക്യൂ ജോയിൻ ചെയ്തു.
അപ്പം നമുക്ക് എന്ത് കിട്ടി? എ ബി ക്യു പി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. 4 എയും ബിയും ക്യൂവും പിയും ഈ ബ്ലൂ സർക്കിളിലെ പോയിൻറ്റ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ക്യു ഡി സി പി ഇതും എന്താണ്? ഗ്രീൻ സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ 2 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് കിട്ടി. ഇനി അതിനകത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ലെറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എച്ച് ഡിഗ്രി. അപ്പം ആംഗിൾ എ ഈസ് ഈക്വൽ ടു എച്ച് ഡിഗ്രി. ആംഗിൾ എ ഈസ് ഈക്വൽ ടു എച്ച് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് നമ്മളൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു. അതായത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൻ്റെ ഔട്ടർ ആംഗിൾ, ആ ഔട്ടർ ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വെർട്ടെക്സിൻ്റെ ഇന്നർ ആംഗിളും സെയിം ആണെന്നുള്ളത്. ഇപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എച്ച് ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ വരുന്നത്? ആണല്ലോ, മനസ്സിലായോ? ഇതൊരു അപ്പോൾ എ ബി ക്യു പി എന്ന് പറഞ്ഞ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഔട്ടർ ആംഗിളാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതിനോട് സെയിം ആണെന്ന് നമ്മൾ ഈ പ്രോബ്ലം, അതായത് പേജ് നമ്പർ ഈ ലാസ്റ്റത്തെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? എച്ച് ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാം. ദാറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എച്ച് ഡിഗ്രി, ആംഗിൾ പി ക്യു ഡി ഈസ് ഈക്വൽ ടു എച്ച് ഡിഗ്രി. അപ്പോൾ അതിൻ്റെ റീസൺ എന്ത് എഴുതണം? നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ എന്താണോ നമ്മൾ പ്രൂവ് ചെയ്തത് അതായിരിക്കണം നമ്മളതിൻ്റെ റീസണായിട്ട് എഴുതുന്നത്. അതിൻ്റെ റീസൺ എന്തായിരുന്നു? അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഓക്കെ, അപ്പോൾ അതാണ് റീസൺ. അത് എഴുതിക്കോണം. എന്താണ്? ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഏതെങ്കിലും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളിനോട് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് എച്ച് ഡിഗ്രി എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇനി അടുത്തത് നമുക്കിത് രണ്ടും സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് അറിയാലോ. അപ്പോൾ ഇത് എച്ച് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും വരുന്നത്? ഇത് പി ക്യു ഡി സിയും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് ഇതിൻ്റെ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 180 ഡിഗ്രി ആണെങ്കിൽ ഇത് എച്ച് ആണെങ്കിൽ ഇത് എത്ര വരും? 180 മൈനസ് എച്ച് ഡിഗ്രി വരത്തില്ലേ? അതായത് ആംഗിൾ പി ക്യു ഡി എച്ച് ഡിഗ്രിയാണ്. അപ്പം ആംഗിൾ പി സി ഡി ഈസ് ഈക്വൽ ടു എന്നാ വരും? 180 മൈനസ് എച്ച് ഡിഗ്രി എന്ന് വരും. 180 മൈനസ് എച്ച് ഡിഗ്രി. അതിൻ്റെ റീസൺ എന്താണ്? ആംഗിൾസിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതാണ് അതിൻ്റെ റീസൺ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ അങ്ങനെ കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം, ഇപ്പോൾ നമുക്ക് ഈ രണ്ട് ആംഗിൾസ് ഇവിടെ ഇപ്പം ഈ എ സി എന്ന് പറയുന്ന ലൈനാണെങ്കിൽ ഈ എ സി എന്ന് പറയുന്ന ലൈനിൻ്റെ രണ്ട് ഇതിലുള്ള ആംഗിൾസ് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എച്ച് ഡിഗ്രിയും ഇത് 180 മൈനസ് എച്ച് ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അതായത് ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എച്ച് ഡിഗ്രി പ്ലസ് 180 മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു എച്ചും പോകും. ഇത് നമുക്ക് 180 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. അതായത് ഈ രണ്ട് ആംഗിൾസ് കൂടെ കൂട്ടുമ്പം നമുക്ക് 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതെന്ന് പറയണത്, അപ്പം ഈ ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടുമ്പം 180 ഡിഗ്രി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ എ ബി എന്നുള്ള ലൈൻ കണ്ടല്ലോ, സി ഡി എന്നുള്ള ലൈൻ കണ്ടല്ലോ, ഈ രണ്ട് ലൈൻസിനെയും കട്ട് ചെയ്യുന്ന ലൈനാണ് ഏത്? ഈ ലൈൻ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് 7ാം ക്ലാസ്സിലെ പാരലൽ ലൈൻസിൻ്റെ ചാപ്റ്റർ ഓർക്കണം. ഈ ലൈനിനെയും ഈ ലൈന്, അതായത് എ ബിയും സി ഡി എന്ന് പറയുന്ന രണ്ട് ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഈ വരച്ചിരിക്കുന്ന ആംഗിൾ. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പം 180 ഡിഗ്രി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ ബിയും സി ഡിയും പാരലലാണ്. അപ്പം ദെയർഫോർ എ ബി, ദ ലൈൻസ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ. ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും? ഇത് രണ്ടും പാരലലാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി? എ ബിയും സി ഡിയും പാരലലാണ്. ഇതാണ് എ ബി കേട്ടോ, ഇത് എ, ഇത് ബി. അപ്പോൾ എ ബിയും സി ഡിയും പാരലൽ ലൈൻസാണ്. അതുപോലെ തന്നെ വേറെന്താണ് നമുക്ക് കിട്ടിയ കാര്യം?
ഇതിൻ്റെ എ സിയും ബി ഡിയും ഈക്വലാണ്. അത് ക്വസ്റ്റിനകത്ത് തന്നെ തന്നിരിക്കുന്ന കാര്യമാണ്. അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഇത് രണ്ടും പാരലലാണ്. ഇത് രണ്ട് എ സിയും ബി ഡിയും നോൺ പാരലൽ സൈഡ്സ് ആണെന്ന് ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എ സിയും ബി ഡിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ദെയർഫോർ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയമാണ് അല്ലേ? അതായത് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ. പിന്നെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എ സി ഇസ് ഈക്വൽ ടു ബി ഡി. അത് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന കാര്യം അല്ലേ? ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന കാര്യമാണ് എ സി ഇസ് ഈക്വൽ ടു ബി ഡി. പിന്നെ എ സി ആൻഡ് ബി ഡി ആർ നോട്ട് പാരലൽ. എ സി ആൻഡ് പാരലൽ. അതുകൊണ്ട് ദെയർഫോർ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ക്വാഡ്രിലാറ്ററൽ, അതായത് അത് എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ എന്താണ്? എ ബി സി ഡി ഈസ് ആൻ ഐസോസ്ലെസ് ട്രപ്പീസിയം. ഐസോസ്ലെസ് ട്രപ്പീസിയമാണ് ഇത്. ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന് നമ്മൾ പഠിച്ച, അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന് എന്താണ്? എ ബി സി ഡി എന്ന് പറയില്ല കേട്ടോ, എ ബി ഡി സി എന്നാണ്. കാരണം എ ബി പിന്നെ ഡി കഴിഞ്ഞിട്ടല്ലേ സി വരുന്നത്. അപ്പം നമുക്കവിടെ എ ബി ഡി സി എന്ന് വേണം കൊടുക്കാനായിട്ട്. അതൊക്കെ നമ്മൾ അറിയാതെ വരുന്ന മിസ്റ്റേക്കുകളാണ് കേട്ടോ. എ ബി സി ഡി അല്ല, എ ബി ഡി സി ഈസ് ആൻ ഐസോസ്ലെസ് ട്രപ്പീസിയം. അപ്പം നമ്മൾ പഠിച്ച റിസൾട്ട് വെച്ചിട്ട് ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? നാലാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്ത ഐസോസ്ലെസ് ട്രപ്പീസിയം സൈക്ലിക് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പം എ ബി ഡി സി ഈസ് ആൻ ഐസോസ്ലെസ് ട്രപ്പീസിയം. ദെയർഫോർ അടുത്ത റിസൾട്ടായിട്ട് നമുക്ക് എന്ത് എഴുതാം? എ ബി ഡി സി ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇതിലേക്ക്. ഇപ്പം കാണുമ്പം എഴുത്തൊക്കെ കുറേ കൂടുതലുണ്ട്, പക്ഷേ ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? എ സിയും ബി ഡിയും പാരലൽ അല്ല. അതുപോലെ തന്നെ ഈ ലൈൻസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് എ സിയും ബി ഡിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എ ബി ഡി സി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്നാണ് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തെഴുതി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? പി ക്യു ജോയിൻ ചെയ്തു. അപ്പം നമുക്ക് ആദ്യത്തെ വലിയ സർക്കിളിനകത്ത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ചെറുതിനകത്തും ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ആദ്യത്തെ വലുതിനകത്ത് ഒരു എക്സ് ഡിഗ്രി മാർക്ക് ചെയ്തു. അപ്പം ആദ്യം നമ്മൾ പഠിച്ച റൂള് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു വെർട്ടെക്സിൻ്റെ ഔട്ടർ ആംഗിൾ അറിയാമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളും സെയിം ആയിരിക്കും. ഇത് തന്നെ ആവണമെന്നൊന്നുമില്ല, നമ്മളിപ്പോൾ ഇത് എടുത്തുവെന്നേ ഉള്ളൂ. ഇനി ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു. ഇനി നമ്മൾ എന്നിട്ട് ഈ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടി നോക്കിയപ്പോൾ 180 കിട്ടി. അപ്പം അറിയാം എ ബി എന്ന് പറയുന്ന ലൈനും സി ഡി എന്ന് പറയുന്ന ലൈനിനെയും കട്ട് ചെയ്യുന്ന ലൈനായിരുന്നു എ സി. അപ്പോൾ ഈ എ സിയുടെ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുക എന്ന് പറഞ്ഞാൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. അതായത് ഇവിടുത്തെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് തമ്മിൽ കൂട്ടിയപ്പം 180 ഡിഗ്രി കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എ ബിയും സി ഡിയും പാരലലാണെന്ന് കിട്ടി. അപ്പോൾ ഒരു ട്രപ്പീസിയം, ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഒരു വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും അതർ സൈഡ് നോൺ പാരലലും അതുപോലെ തന്നെ ഈക്വൽ ലെങ്തും ആണെങ്കിൽ ഐസോസ്ലെസ് ട്രപ്പീസിയം ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എന്താണ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ, എ സി ഇസിക്കൽ ടു ബി ഡി തന്നിട്ടുണ്ട്, എ സി ആൻഡ് ബി ഡി ആർ നോട്ട് പാരലൽ, ദെയർഫോർ എ ബി ഡി സി ഈസ് ആൻ ഐസോസ്ലെസ് ട്രപ്പീസിയം. ഇനി നമ്മൾ ഇതിന് മുമ്പ് ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, ഐസോസ്ലെസ് ട്രപ്പീസിയം സൈക്ലിക് ആണ്. അപ്പം ഐസോസ്ലെസ് നമ്മൾ പഠിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം നോട്ട് സൈക്ലിക് എന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഐസോസ്ലെസ് ട്രപ്പീസിയം ഓൾവേസ് സൈക്ലിക് ആയിരിക്കും. അപ്പം അങ്ങനെ എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. ഇനി ഈ ക്വസ്റ്റിന് തന്നെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആറാമത്തെ ക്വസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഇത് മറ്റേ ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിനോട് സിമിലർ ആയിട്ടുള്ളൊരു ഫിഗർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു
യെല്ലോ സ്മോൾ സർക്കിളും കൂടെ ആഡ് ആയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്താണെന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഇൻ ദ പിക്ചർ ദ സർക്കിൾസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻ്റർസെക്ട് ദ മിഡിൽ സർക്കിൾ അറ്റ് PQRS. PQRS. അപ്പോൾ PQRS എന്ന് പറയുന്നത് ഇവിടെ Pയും Qവും Rഉം Sഉം. അപ്പോൾ ഇത് ഈ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലെ ബ്ലൂ സർക്കിളും റൈറ്റ് സൈഡിലെ യെല്ലോ സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് പോയിൻറ്റുകളാണ് Pയും Qവും Rഉം Sഉം. ലൈൻസ് ജോയിനിങ് ദീസ് മീറ്റ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സർക്കിൾസ് അറ്റ് AB ആൻഡ് ABCD. ഓക്കെ, എയിലും ബിയിലും സിയിലും ഡിയിലും ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈൻസ് ജോയിനിങ് ദീസ് സർക്കിൾസ് എല്ലാം കൂടെ. ഓക്കെ, പ്രൂവ് ദാറ്റ് ABDC ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. പ്രൂവ് ദാറ്റ് ABDC ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ABDC എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എ എന്ന് പറയണത് ഈ പോയിൻ്റ്, ബി എന്ന് പറയണത് ഇത്, ഡി CD, ABDC. ഓക്കെ, എയും ബിയും ഡിയും സിയും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എൻ്റെ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തത് ആ വരച്ചിരുന്നത് ഒരു ഐസോസ്ലസ് ട്രപ്പീസിയോ ആണെന്ന് പറഞ്ഞ് നമ്മളത് ഐസോസ്ലസ് ട്രപ്പീസിയോ ഓൾവേസ് സൈക്ലിക് ആണ്, അതുകൊണ്ടത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ABDC ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് കാണണം. ഇപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് മനസ്സിൽ വരുമ്പോൾ തന്നെ ഓർത്തോണം, ഓപ്പോസിറ്റ് വെർട്ടെക്സുകളുടെ സമം 180 ഡിഗ്രി വന്നാൽ അത് എന്തായിരിക്കും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിക്കോളും കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് ഇവിടെ നമുക്കത് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ആംഗിൾ H ഡിഗ്രി എടുക്കാം. അപ്പം H ഡിഗ്രി എടുക്കുമ്പം നമുക്കിവിടെ കഴിഞ്ഞ ഇതിനകത്ത് നമ്മളിവിടെ ഒരു H ഡിഗ്രി എടുത്തില്ലേ, അപ്പോൾ അതുപോലെ നമ്മളിവിടെ H ഡിഗ്രി എടുത്തു. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ A പ്ലസ് ആംഗിൾ D 180 ഡിഗ്രി കിട്ടിയാലോ, അല്ലെ ആംഗിൾ B പ്ലസ് ആംഗിൾ C 180 ഡിഗ്രി കിട്ടിയാലോ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് നമുക്കിത് പറയാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിത് ഇവിടെ H ഡിഗ്രി ആദ്യം എടുത്തു. അപ്പോൾ ഇത് H ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഇത് ആദ്യം ഫസ്റ്റ് നമുക്ക് PQ ജോയിൻ ചെയ്യാം, അതുപോലെ തന്നെ RSഉം ജോയിൻ ചെയ്യാം. അപ്പോൾ PQ RSഉം ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 3 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് കിട്ടും. അതായത് ABQP എന്ന് പറയുന്ന ഒരെണ്ണം, പിന്നെ PQSR എന്ന് പറയുന്ന ഒരെണ്ണം, പിന്നെ SDCR എന്ന് പറഞ്ഞാൽ അങ്ങനെ 3 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് നമുക്ക് ഈ ഫിഗറിനകത്തുനിന്ന് നമ്മളിപ്പോൾ എന്തൊക്കെ ജോയിൻ ചെയ്തു? PQ ജോയിൻ ചെയ്തു, അതുപോലെ തന്നെ RSഉം ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് 3 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് കിട്ടി. നമ്മൾ എന്നിട്ട് ആംഗിൾ A = H ഡിഗ്രി എടുത്തു. ആംഗിൾ A H ഡിഗ്രി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഉപയോഗിച്ച ഇത് വെച്ചിട്ട് ഇപ്പോൾ ഇത് ഇന്നർ ആംഗിളാണ്, ഇത് H ഡിഗ്രിയാണ്. ഇതിനോട് ഈക്വലായിട്ട് ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ വരുന്ന ഔട്ടർ ആംഗിൾ, അതായത് അപ്പോൾ അവിടെ ഏതായിരിക്കും വരുന്ന ആംഗിൾ PQS = H ഡിഗ്രി വരും. അപ്പോൾ അതിൻ്റെ റീസൺ എഴുതണം. റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ = ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ജസ്റ്റ് നമുക്കൊന്ന് എഴുതിയേക്കാം, ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഇതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ അതുകൊണ്ടാണ് PQS എന്തായത്? PQS H ഡിഗ്രി വന്നു. അപ്പോൾ ഇത് H ഡിഗ്രി എന്ന് വന്നു. ഇനി ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എടുക്കുമ്പം ഇത് അതിൻ്റെ ഇന്നർ ആംഗിൾ അല്ലേ, അതായത് PQSR എന്ന് പറയുന്ന സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇന്നർ ആംഗിളാണ് H ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ വരുന്ന ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ വരുന്നത്, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, ഇതിൻ്റെ ഔട്ടർ ആംഗിളാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് H ഡിഗ്രി വരത്തില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം ആംഗിൾ CRS = H ഡിഗ്രി എന്നും വരും. ഇനി അടുത്തൊരു കാര്യം നോക്കിയേ, ഇവിടെ H ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ റീസൺ എന്ത് തന്നെയാണ്? ഈ സെയിം റീസൺ തന്നെയാണ് വരുന്നത്. ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ D എത്ര വരും? ആംഗിൾ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് 180 ഡിഗ്രി വരണ്ടേ. അപ്പോൾ ആംഗിൾ D = എന്ത് വരും? 180 - H ഡിഗ്രി എന്ന് വന്നു. ഇനി നമുക്ക് ഈ ABDC ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് കാണിക്കാനായിട്ട് ഇപ്പോൾ ഇത് 180 - H എന്ന് കിട്ടി. 180 - H. നമുക്ക് ആംഗിൾ A പ്ലസ് ആംഗിൾ D കൂട്ടുമ്പോൾ 180 കിട്ടുന്നുണ്ടോ നോക്കിയാൽ പോരെ. അപ്പം ആംഗിൾ A പ്ലസ് ആംഗിൾ D = ആംഗിൾ A എന്ന് പറഞ്ഞാൽ H പ്ലസ് ആംഗിൾ D എന്ന് പറഞ്ഞാൽ 180
മൈനസ് എച്ച് ഈസിക്കൽ ടു എച്ചും പോവും, ഈസിക്കൽ ടു എന്ത് വന്നു 180 ഡിഗ്രി. അതായത് ആംഗിൾ എയും ആംഗിൾ ഡിയും തമ്മിൽ കൂട്ടിയപ്പം 180 ഡിഗ്രി കിട്ടി. ദെയർഫോർ എന്താണ്, ദെയർഫോർ എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ദെയർഫോർ എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ട് മനസ്സിലായവർക്ക് സെക്കൻഡ് പാർട്ട് വളരെ സിമ്പിളാണ്. അപ്പം ഒരൊറ്റ കാര്യം കൊണ്ടാണ്, അതായത് ഈ ഒരു ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്നുള്ളത് വെച്ചിട്ട് ഇത് എച്ച് ഡിഗ്രി എടുത്തു. ഇത് എച്ച് ആണെങ്കിൽ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കും. ഇത് എച്ച് ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ വരുന്ന എക്സ്റ്റീരിയർ ആംഗിളാണിത്. അപ്പോൾ ഇത് രണ്ടും എച്ച് ഡിഗ്രി. ഇനി ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും സമ്മ്. അപ്പോൾ ഇത് എച്ച് ആണെങ്കിൽ ഇത് 180 മൈനസ് എച്ച്. ദെൻ നമ്മളിത് ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 വന്നാൽ ഇത് എ ബി ഡി സി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ കൂട്ടിയപ്പം 180 കിട്ടി. ദെയർഫോർ എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പം നമുക്ക് 6 ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 ക്വസ്റ്റ്യൻസേ നമുക്ക് ഈ ചാപ്റ്ററിലുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസോടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ.